ഹലോ, HPV എന്ന് വെച്ചാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഏകദേശം 200-ൽ കൂടുതൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 10-ൽ താഴെ HPV വൈറസ് നമ്മൾക്ക് മനുഷ്യരിൽ പലതരത്തിലുള്ള ക്യാൻസർ രോഗങ്ങൾക്കും കാരണമാകുന്നു. പൊതുവേ ഈ വൈറസ് നമ്മളുടെ ത്വക്കിൽ, അതായത് ഗുഹ്യഭാഗങ്ങളിലെ ത്വക്കിൽ, ഇടുക്കുകളിലേക്കുള്ള ത്വക്കിൽ, തൊണ്ടയിൽ ഇവിടെയൊക്കെയാണ് കണ്ടുവരുന്നത്. എന്നാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ശേഷം ഈ വൈറസ് നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിക്കുകയും തന്മൂലം അത് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. HPV-16, HPV-18, HPV-31, 33, 58 ഇത്തരത്തിലുള്ള വൈറസുകളാണ് മനുഷ്യരിൽ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രധാന കാരണമായി കണ്ടുപിടിച്ചേക്കുന്നത്. സ്ത്രീകളിൽ ഗർഭാശയ ഗള ക്യാൻസർ, പുരുഷന്മാരിൽ ഗള ക്യാൻസർ, അതുപോലെ ലിംഗത്തിൽ വരുന്ന ക്യാൻസറുകൾ, ക്യാൻസർ അല്ലാത്ത മറ്റു ഗുഹ്യഭാഗങ്ങളിൽ കണ്ടുവരുന്ന അരിമ്പാറകൾ, ഇതൊക്കെ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് മൂലം ഉണ്ടാകുന്നു. ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് ഇന്ന് നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു വാക്സിൻ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വാക്സിൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി HPV വാക്സിൻ ആർക്കൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് എടുക്കേണ്ടത്? ചുരുക്കി പറഞ്ഞാൽ കൗമാരപ്രായത്തിൽ എത്തുന്നതിന് മുൻപ്, അതായത് 9 മുതൽ 14 വയസ്സ് വരെ പ്രായമായ കുട്ടികൾക്കാണ് ഈ വാക്സിൻ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ കുട്ടികളിൽ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ ഫലപ്രദമായി വൈറസിന് അഗെയിൻസ്റ്റേക്ക് ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉൽപ്പാദിപ്പിക്കുകയും തുടർന്ന് ഈ ക്യാൻസർ വൈറസിനെ നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് അത് തടയുകയും ചെയ്യുന്നു. അങ്ങനെ ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ വരാതിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഡോസേജ് ഈ 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കൊടുക്കുകയാണെങ്കിൽ 2 ഡോസായി നമുക്ക് ചുരുക്കാം. ഒരു ഡോസ് എടുത്ത് 6 മാസത്തിന് ശേഷമാണ് രണ്ടാമത്തെ ഡോസ് എടുക്കുന്നത്. എന്നാൽ 14 മുതൽ 26 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളിൽ 3 ഡോസായിട്ടാണ് WHO ഇത് റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഡോസ് എടുത്ത് 2-ാം മാസമാകുമ്പോൾ സെക്കൻഡ് ഡോസും, തുടർന്ന് 6 മാസമാകുമ്പോൾ 3-ാമത്തെ ഡോസിലും WHO റെക്കമെൻഡേഷൻ ഈ വാക്സിൻ ഷെഡ്യൂൾ തീരുകയാണ്. ഈ വാക്സിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രതിരോധ ശേഷി നമുക്ക് ക്യാൻസറിനെ മാത്രമല്ല, അതുപോലെ തന്നെ അരിമ്പാറ പോലെയുള്ള അസുഖങ്ങൾക്കും ഈ വാക്സിൻ നമുക്ക് ഫലപ്രദമാവുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പലയിടത്തും ഈ വാക്സിൻ അവരുടെ റൂട്ടീൻ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ അതൊരു ഭാഗമാക്കി മാറ്റിയതിൻ്റെ പേരിൽ ഏകദേശം 90% CA സർവിക്സും അതുപോലെ തന്നെ 95% അരിമ്പാറ പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ കുറവ് കണ്ടുവന്നിട്ടുണ്ട്. ഭാവിയിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റും ഇവിടെ ഇന്ത്യൻ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളും അത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഈ വാക്സിൻ കാര്യമായിട്ടുള്ള പാർശ്വഫലങ്ങളൊന്നും തന്നെയില്ല. വാക്സിൻ വേണ്ട രീതിയിലെടുത്ത് കൗമാരപ്രായത്തിന് മുമ്പേയുള്ള കുട്ടികളിൽ എല്ലാവർക്കും ഈ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഒരു ക്യാൻസർ വിമുക്തമായിട്ടുള്ള സമൂഹത്തിനെ വാർത്തെടുക്കാൻ കഴിയും.